ഹലോ, നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഉണ്ണിയെ സംബന്ധിച്ചാണെങ്കിൽ കുഞ്ഞൊക്കെ പോയ ആ ഒരു സങ്കടവും ഭ്രാന്തൊക്കെ പിടിച്ച് ആകെ ഒരു ഇതിൽ നിൽക്കുകയാണ്. കുറച്ച് ദിവസമായി ജോലിക്കൊക്കെ വന്നിട്ട് ഇപ്പോൾ സൂപ്പർവൈസിങ് പോസ്റ്റൊക്കെ മാറി ഇപ്പോൾ ഓഫീസ് വർക്കിൽ എന്തോ ജോലിയാണ് കൊടുത്തേക്കുന്നത്. എന്നാലും പുള്ളിക്കാരൻ വലിയ ആളാവാൻ വേണ്ടിയിട്ട് ഫീൽഡ് കൺസ്ട്രക്ഷൻ നടക്കുന്ന പണിസ്ഥലത്ത് വന്ന് വലിയ ഷോ കാണിക്കലൊക്കെയാണ്. അപ്പോൾ അവിടുത്തെ സൂപ്പർവൈസർ പറയുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, സാറിൻ്റെ കാര്യം നോക്ക്. എടോ, താൻ എൻ്റെ ഇപ്പോഴത്തെ പോസ്റ്റിംഗ് കണ്ട് വലിയ ആളൊന്നും ആവണ്ട, ഇതൊക്കെ മാറി മറിയും എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ഏതുകൊണ്ടോ വെല്ലുവിളിയൊക്കെ വിളിച്ച് നടക്കുകയായിരുന്നു. എന്നിട്ട് അയാൾ അത് കഴിഞ്ഞ് നമ്മുടെ ഉണ്ണി താഴത്തേക്ക് വരികയാണ് കേട്ടോ. താഴത്തേക്ക് ഇറങ്ങിയിട്ട് വരുന്ന സമയത്ത് ഒരാൾ അവിടുത്തെ സ്റ്റാഫ് വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാർ അറിഞ്ഞില്ലേ, മറ്റേ അവൻ ഇപ്പോൾ ഇവിടെയാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഉണ്ണി ചോദിച്ചു, ആരാ? സാറിൻ്റെ പെങ്ങളെ ഇപ്പോൾ കല്യാണം കഴിച്ചില്ലേ, ആ സാഗർ എന്ന് പറഞ്ഞവൻ. സാഗറോ? ഏത് സാഗറാണ്? അപ്പോൾ അങ്ങനെ ഉണ്ണി മേളിലോട്ട് ചെല്ലാണ് കേട്ടോ. അങ്ങനെ മേളിലോട്ട് ചെന്നപ്പോൾ നോക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നും സാഗറിനെ കണ്ടില്ല. എന്നിട്ട് ഉണ്ണി അവിടെയൊക്കെ കിടന്ന് തരണം. അപ്പോൾ നോക്കിയപ്പോൾ കാണാം ഒരാൾ മുഖം കവർ ചെയ്ത് ഈ കല്ല് ചുമന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഉണ്ണി അങ്ങോട്ട് ചെന്നിട്ട് ഉണ്ണി വിളിച്ച് സാഗറേന്ന് വിളിച്ചു. അപ്പോൾ അവൻ പെട്ടെന്ന് എന്നെ അന്ന് വിട്ട് ഇങ്ങനെ നോക്കിയിട്. ഉണ്ണിയുടെ കണ്ണിപ്പെടാണ്ട് സാഗർ ഇങ്ങനെ ഒളിച്ചൊളിച്ച് നടക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചെന്ന് നേരെ അതിൻ്റെ വായിൽ തന്നെ ചാടിക്കൊടുത്തു. എന്നിട്ട് ഉണ്ണി അങ്ങോട്ട് നേരെ ചെന്നിട്ട് സാഗറിൻ്റെ ആ മുഖത്ത് കെട്ടിയിരുന്ന ആ തോർത്ത് അങ്ങ് വലിച്ചൂറ്റി മാറ്റുകയാണ് കേട്ടോ. അത് മാറ്റി കഴിഞ്ഞ് നോക്കിയപ്പോൾ സാഗറ വേറെ ഒന്നും നോക്കില്ല. എടാ, നീ ഇവിടം വരെ വന്ന് കളിച്ച് കയറിയില്ലടാ, നിനക്ക് ആരാടാ ഇവിടെ പണി തന്നെ, എൻ്റെ കുടുംബം തൊലച്ച് ഈ വിധം ആക്കിയിട്ട് നിനക്ക് എന്ത് ധൈര്യമാടാന്ന് പറഞ്ഞിട്ട് ഉണ്ണി അവൻ്റെ നെഞ്ചത്തൊരു ചവിട്ടാട്ടോ. സാഗർ ആ തലയിലിരുന്ന കല്ലേപ്പിടി അങ്ങ് നിലത്ത് ചെന്ന് പതിഞ്ഞങ്ങ് വീഴാണ്. അപ്പോൾ പിന്നെ അവിടെ പ്രശ്നമായി. എന്നിട്ട് സാഗറിനെ എടുത്തിട്ട് അലക്കാണ് കേട്ടോ നമ്മുടെ ഉണ്ണി. അങ്ങനെ അവിടെ കൂടിയിരുന്ന പണിക്കാരെല്ലാം കൂടെ ഓടി ചെന്നിട്ട് നമ്മുടെ മഹാലക്ഷ്മി അവിടെ സൈറ്റിൽ വന്നിട്ടുണ്ട്, മാനേജറും കൂടെയുണ്ട്. അങ്ങനെ മാനേജർ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. നല്ല വിശ്വസ്തനായ സ്റ്റാഫുകളാണ് കേട്ടോ അവിടെ സൈറ്റിലുള്ളത്. അതുകൊണ്ട് മഹാലക്ഷ്മി ഇടയ്ക്ക് വന്ന് നോക്കിയാൽ മതി. പിന്നെ മഹാലക്ഷ്മിക്ക് ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ കുറച്ച് എക്സ്പീരിയൻസ് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മാനേജർ കൂടെ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ മഹാലക്ഷ്മി മാനേജറും കൂടെ ഓടി വരികയാണ്. ഓടി വന്നപ്പം കാണാം നമ്മുടെ ഉണ്ണി അവിടെ ഇട്ട് ഒരാളെ തല്ലുകയാണ്. അങ്ങനെ ഓടി ചെന്നപ്പോഴത്തേക്കും മഹാലക്ഷ്മി അന്തം വിടുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ സാഗർ, അതും ഒരു കൂലിപ്പണിക്കാരൻ്റെ വേഷത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സാഗർ എന്താ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് മാനേജർ, 2 ദിവസമായിട്ട് ഇവിടെ പണിക്ക് വന്ന പുതിയ സ്റ്റാഫാണ് മാഡം. അപ്പോൾ പറയുന്നുണ്ട് ഉണ്ണി, എവനെയൊക്കെ തന്നെ നീയൊക്കെ ഇവിടെ വിളിച്ച് കയറ്റി, എവളായിരിക്കും എവൻ ഇവിടെ, മഹാലക്ഷ്മി ആയിരിക്കും എവനെ ഇവിടെ പിടിച്ച് കയറ്റിയതെന്ന് ഇങ്ങനെ ഉണ്ണി പറയുന്നുണ്ട്. അപ്പം മാനേജർ പറഞ്ഞു, മാഡം ഒന്നും അല്ല ഇത് എടുത്തത്, ഞങ്ങളുടെ മേസ്തിരി സ്റ്റാഫിന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും 2 പേരെ എടുക്കാൻ പറഞ്ഞതിൽ ഒരാൾ സാഗറായിരുന്നു, എനിക്കറിയില്ല മാഡം ഇതാരാണ്. അപ്പോൾ പറയുന്നുണ്ട് ഉണ്ണിയുടെ കണ്ണേട്ടൻ്റെ അനിയത്തിയുടെ ഇപ്പോൾ കല്യാണം കഴിച്ച ആളാണെന്ന് പറയുന്നുണ്ട്. അപ്പം മാനേജർ പറയുന്നുണ്ട്, മാഡം എനിക്ക് ഇത് ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഉണ്ണി പിന്നെ സാഗറിനെ എടുത്തിട്ട് അടിക്കണം. അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഉണ്ണിയുടെ വർക്ക് സൈറ്റ് നോക്കി, ഇവിടെ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ് സാഗർ. ആ സാഗറിനെ തല്ല നിനക്കെന്താ അധികാരം, നീ നിൻ്റെ ഫീൽഡിലോട്ട് പൊക്കോളാൻ പറയുന്നുണ്ട്. ഓഫീസ് ജോലിയല്ലേ നിനക്ക് പറഞ്ഞിരിക്കുന്നത്, നിന്നോട് പോകാനല്ലേ പറഞ്ഞ. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, നിങ്ങൾ ഒറ്റൊരുത്തി തന്നെയാണ് അവരിവിടെ ജോലി കൊടുത്തത്, നിങ്ങൾക്ക് പഴയ ബന്ധം വെച്ച് പുലർത്താൻ വേണ്ടിയിട്ട് അല്ലേന്ന് ചോദിക്കുക. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, നീ സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട്. നിൻ്റെ കള്ളത്തരങ്ങളൊക്കെ എനിക്കറിയാം. ആ പാവം കണ്ണായിട്ട് ഇതൊന്നും അറിയാണ്ട് അങ്ങേര് അവിടെ ഇരിക്കുകയാണ്, നീ അവനെ ഇവിടെ കയറ്റിയിരുത്തി നിനക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാനും പറ്റുമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് തറയായിട്ട് സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ആ മാനേജർ പറയുന്നുണ്ട്, മാഡം അറിഞ്ഞിട്ട് കൂടിയില്ല ഉണ്ണി ഈ ആളിനെ ഇവിടെ എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അയാളും പറയുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെ മഹാലക്ഷ്മിയുടെ നിയന്ത്രണം അങ്ങ് പോവാണ്. എന്നിട്ട് നേരെ ചെന്നിട്ട് ഉണ്ണിയുടെ മുഖം നോക്കി ഒരു പൊട്ടിക്കലങ്ങ് കൊടുക്കണേ. ഇനി നിൻ്റെ എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിൻ്റെ പല്ല് കൊഴിച്ച് ഞാൻ താഴെ ഇടുമെന്ന് നമ്മുടെ മഹാലക്ഷ്മി പറയാണ്. അപ്പോൾ ഇത്രയും ജോലിക്കാരൻ മുമ്പിൽ വെച്ച് മഹാലക്ഷ്മി തല്ലിയപ്പോൾ ഉണ്ണിക്ക് എന്തോ വല്ലാണ്ടായി പോവാണ് കേട്ടോ. എന്നിട്ട് ഉണ്ണി അങ്ങ് മാറി നിൽക്കുകയാണ്. അത് ഇറങ്ങി പോവാണ്. നിൻ്റെ അടുത്ത് പോകാനാണ് പറഞ്ഞത്, മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിൻ്റെ ഉള്ള ജോലിയും കൂടെ പോവും, അതറിയാമല്ലോ, അല്ലെങ്കിൽ ഞാൻ കണ്ണേട്ടനെ ഇവിടെ വിളിച്ച് വരുത്തണമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഉണ്ണി ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും മഹാലക്ഷ്മി ചോദിക്കും, സാഗർ എന്നോട്ട് ഇവിടെ ജോലിക്ക് വന്ന് തുടങ്ങിയത്. പക്ഷേ മഹാലക്ഷ്മിക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ആയി പോകും കേട്ടോ. കാരണം
രാവിലെ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ആ ഷോപ്പിൽ നമ്മുടെ കണ്ണേട്ടൻ്റെ അനിയത്തി നല്ല രീതിയിൽ ജീവിച്ച് ഇന്നൊരു സെയിൽസ് ഗേളായിട്ട് ആ കടയിൽ നിൽക്കണു. ഇപ്പോൾ അതേ സാഗറും ഇത് രണ്ടും കൂടെ കണ്ടപ്പോഴത്തേക്ക് മഹാലക്ഷ്മിക്ക് എന്തോ ഒരു വല്ലാത്തൊരു പാവം തോന്നുകയാണ്. കാരണം നല്ലൊരു ജോലി ഉണ്ടായിരുന്നതാണ് സാഗറിനെ. പക്ഷെ സാഗറിനെ വിശ്വസിച്ച് കണ്ണേട്ടൻ പറയും പോലെ പെട്ടെന്നൊരു ജോലിയൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ് അവൻ്റെ ഉള്ളിലിരിപ്പ് എന്നുള്ളത് അറിയാൻ പറ്റില്ലല്ലോ എന്ന് കരുതി. പക്ഷേ ഈ ഒരു സീന് കണ്ടപ്പോൾ മഹാലക്ഷ്മിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാണ്ടായി പോയിട്ടോ. അപ്പോൾ വേറെ ജോലിക്കൊന്നും ശ്രമിച്ചില്ല. അപ്പം സാഗർ പറഞ്ഞു, മാഡം മറ്റേ കേസ് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോമസ് ഡോക്ടറെ കൂടെ തന്നെ പോകാം. പക്ഷേ വേറെ ജോലിക്ക് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എങ്ങും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഞാനിവിടെ കയറിയിട്ട് 2 ദിവസമായി, എന്നെ പറഞ്ഞു വിടല്ലേ മാഡം, ഇപ്പോൾ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആകെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ സാഗർ പറഞ്ഞു. എന്തായാലും ഞാൻ പിരിച്ചു വിടാനൊന്നും പോകുന്നില്ല, പണി നടക്കട്ടെ എന്നും പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉണ്ണി കൈ കൊട്ടിക്കൊണ്ട് വരാണ്. ഓഹോ, അപ്പം നീ അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ ഇവിടെ എടുത്തേക്കണേണെന്ന് പറയുന്നുണ്ട്. ആണ്, നിനക്ക് വല്ല നഷ്ടമുണ്ടോ എന്ന് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്. നിന്നോട് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു ഉണ്ണി, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ, നിനക്ക് ഇനി മേലാൽ ഈ ഞങ്ങളുടെ ഒരു കമ്പനിയിലും നിനക്കൊരു ജോലി ഉണ്ടാവില്ല, ഒപ്പം നിന്നെ വീട്ടിലും നീ ഇനി കാണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഉണ്ണി പറഞ്ഞു, എന്തായാലും കൊള്ളാം, നിങ്ങളുടെ പരിപാടികളൊക്കെ നടന്നോട്ടെ എന്ന് വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇറങ്ങി പോവാണ്, പറഞ്ഞു വിടാണ്. അപ്പോൾ ആ മാനേജർ പറയുന്നുണ്ട്, ഉണ്ണി കണ്ണേട്ടന് ഇങ്ങനത്തെ ഒരു ഇത്രയും ഒരു അഴുക്ക് ക്യാരക്ടറുള്ള ഒരു അനിയനാണോ മാഡം ഉള്ളത്? ഒന്നും പറയണ്ട, അവൻ മാത്രമല്ല എൻ്റെ രണ്ടാനമ്മയും, അതായത് കണ്ണൻ്റെ രണ്ടാനമ്മയും അനിയത്തിയും ഒക്കെ കണക്ക് തന്നെയായിരുന്നു. അതിൽ മഞ്ജു എന്ന് പറയുന്ന ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പിന്നെ മാറി, അതിനൊരു സ്വഭാവം മാറ്റമുണ്ട്. ബാക്കി ഈ ഉണ്ണി കെട്ടിക്കൊണ്ട് വന്നതും ഒക്കെ എല്ലാം വളരെ തലതെറിച്ച സാധനങ്ങളാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ എന്ന മട്ടിൽ നിൽക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ഒരു രീതിയിൽ പോവാണ്. അങ്ങനെ അന്ന് വൈകിട്ട് മഞ്ജു വീട്ടിൽ വരുമ്പോൾ സാഗർ ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സീനെല്ലാം കണ്ടിട്ട് ഉണ്ണിക്ക് ഒരു സമാധാനമില്ല. എങ്ങനെയെങ്കിലും ഈ സാഗറിൻ്റെ ജോലിയും കളയണം, അതുപോലെ തന്നെ മഞ്ജു ഏതൊരു ടെക്സ്റ്റൈൽസിൽ വർക്ക് ചെയ്യണു എന്നുള്ളതും ഉണ്ണി അറിഞ്ഞായിരുന്നു. ആ മഞ്ജുവിൻ്റെ ജോലിയും കൂടെ കളയണം എന്ന മട്ടിൽ തന്നെ ഉണ്ണി പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ മേഘനാഥനെ വിളിക്കുകയാണ്. മേഘേട്ടൻ എവിടെയാണ്, എനിക്ക് അത്യാവശ്യമായിട്ട് മേഘേട്ടനെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ണി ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മേഘനാഥൻ കാറിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ മേഘനാഥൻ ചോദിക്കുക, എന്താണ് നീ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? അപ്പോൾ മേഘനാഥനോട് നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ കണ്ണേട്ടൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ആ സാഗർ ജോലി ചെയ്യുന്നത്. ഇന്ന് ഞാൻ വർക്ക് സൈറ്റിൽ പോയപ്പോൾ അവിടെ കണ്ടു. പക്ഷേ ആ മഹാലക്ഷ്മി ഉള്ളത് കൊണ്ട് എനിക്ക് നന്നായിട്ട് അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല. എങ്കിലും ഞാൻ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വിട്ടിട്ടുണ്ട് മേഘേട്ട, അവനെ എന്തെങ്കിലും കാണിച്ച് റെഡിയാക്കണം. പിന്നെ ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ ഇന്ന ഒരു ടെക്സ്റ്റൈൽസിൽ പോവാണ്. അപ്പോൾ അവളുടെ പണിയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടും കരഞ്ഞ് നമ്മുടെ കാൽക്കീഴിൽ വന്ന് വീഴും മേഘേട്ട, അതിന് വേണ്ടി എന്തെങ്കിലും പണി ഒപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം മേഘം പറയുന്നുണ്ട്, മഞ്ജുവിൻ്റെ ജോലിയുടെ കേസ് നീ വിട്, അത് ഞാൻ ഇന്ന് ഒതുക്കി തീർക്കുമെന്ന് മേഘനാഥൻ പറയുന്നുണ്ട്. പിന്നെ സാഗർ, നീ ആ സമയം എന്നെ വിളിക്കാത്തത്, ഞാനും കൂടെ അവിടെ വന്ന് അവനെ പൊതിഞ്ഞിന്ന് കട്ട കിട്ടണേലോ എന്ന് ഉണ്ണിയോട് പറയുന്നുണ്ട് മേഘനാഥൻ. അപ്പോൾ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, വേണ്ട, അങ്ങനെ വരാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ വർക്ക് സൈറ്റിനകത്ത് വെച്ച് കളിയൊന്നും നടക്കില്ല. കാരണം ആ മഹാലക്ഷ്മി അവിടെ ഉണ്ടായിരുന്നു, അവൾ വേണമെങ്കിൽ അവിടെയുള്ള പണിക്കാരെ വെച്ച് മേഘേട്ടനെ ചതയ്ക്കും. അതുകൊണ്ട് ആ ഒരു പദ്ധതിയൊന്നും പറ്റില്ല. എന്തായാലും നമുക്ക് ഈ ഒരു കൈ നോക്കാടാ, നമുക്ക് എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ച് എവനെ നമ്മളെ കാൽ കീഴിൽ പിടിപ്പിക്കുന്ന രംഗം ഞാൻ എത്തിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ പോവാണ്. അത് കഴിഞ്ഞ് ഉണ്ണിയുടെ രീതിക്കും പോയി നമ്മുടെ മേഘനാഥൻ്റെ രീതിക്കും പോവാണ്. മേഘനാഥൻ എന്നിട്ട് നേരെ അവിടെ നിന്ന് പോകുന്നത് മഞ്ജു ജോലി ചെയ്യുന്ന ആ ടെക്സ്റ്റൈൽസിലാണ്. മഞ്ജു കയറിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അങ്ങനെ മേഘൻ അവിടെ ചെല്ലണം. നേരെ ചെന്ന് കാണുന്ന മഞ്ജുവിൻ്റെ മുഖമാണ്. മഞ്ജു നേരെ മേഘനാഥനെ കാണുകയാണ്. മേഘനെ കണ്ടതും മഞ്ജു ആകെ ഒന്ന് അപ്സെറ്റ് ആവുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇനി ഇവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഇയാൾ ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ ഉള്ള ജോലിയും കൂടെ പോവുമല്ലോ എന്നുള്ള രീതിയിൽ മഞ്ജു ആകെ ആ ഒരു പേടിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും മേഘൻ അവിടെ വന്ന് ആ രംഗത്തോടു കൂടി ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ മഞ്ജുവും സാഗറും കൂടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതായത് ഈ മേഘനാഥൻ ഒരു വിധത്തിലും നമ്മളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. സാഗറേട്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ഉണ്ണിയാണെങ്കിലും അതുപോലെ തന്നെ എവിടെ ചെന്നാലും അടിയും ഇടിയും ഒക്കെ തന്നെയാണ്, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ SIക്ക് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, നമ്മൾ ബന്ധുക്കളല്ലേ, അവർക്കെതിരെ അങ്ങനെ കേസ് കൊടുക്കുന്നത് ശരിയാണോ മഞ്ജു എന്ന്. അപ്പം മഞ്ജു പറയുന്നുണ്ട്, അവരൊന്നും നമ്മളെ ഒരു ബന്ധുവായിട്ടല്ലല്ലോ കാണുന്നത്, പിന്നെ എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മഞ്ജു അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. പക്ഷേ നമ്മളെ മഹാലക്ഷ്മിയുടെ കാര്യമാണെങ്കിൽ ശരിക്കും സങ്കടമാണ്. ഈ കാഴ്ച നേരിട്ട് കണ്ണിൽ കണ്ട മഹാലക്ഷ്മിക്ക് 2 പേര്, മഞ്ജുവിൻ്റെത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ മഞ്ജുവിനെ ഇങ്ങനെ ജോലിക്ക് വിട്ട്
സാഗറിനെ ഓർത്ത് ഒന്ന് ഇതായിക്കൊണ്ടിരുന്ന സമയത്താണ് അതിനേക്കാൾ ഏറെ ഒരു ചുമടെടുക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സാഗറിനെ കണ്ടത്. അത് ശരിക്കും മഞ്ജുവിനെ അങ്ങ് പാവത്തും തോന്നിക്കുകയാണ്. ഒരു പക്ഷേ ഈ ഇതൊക്കെ നമ്മുടെ കണ്ണേട്ടൻ എൻ്റെ അടുത്ത് ശരിക്കും അങ്ങ് പറയുകയാണെങ്കിൽ നല്ലൊരു പോസ്റ്റിൽ തന്നെ രണ്ടുപേർക്കും ഒരു മഞ്ജുവിനും നല്ല ജോലി കൊടുക്കും, അതുപോലെ സാഗറിനും നല്ലൊരു ജോലി കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മുടെ വരും മഹാലക്ഷ്മി സീൻ്റെ എപ്പിസോഡ് പ്രൊമോകൾ നമുക്ക് കാണാം. വൻ ട്വിസ്റ്റുകളാണ് വരുന്നത്. എല്ലാവരും നമ്മുടെ പ്രൊമോസ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.